നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ CPIM നേതാക്കൾ പാർട്ടി വിടാനുള്ള കാരണം പിണറായിയുടെ നേതൃത്വത്തിലുള്ള കോക്കസ് ആണെന്ന് മുൻ MLA ആർ സെൽവരാജ് പറഞ്ഞു. ജി സുധാകരനെ പോലെയുള്ള പാർട്ടി നേതാക്കളെ പാർട്ടി പരിഗണിക്കേണ്ട രീതി ഇതായിരുന്നില്ല. തൊഴിലാളി വർഗ നയം പുലർത്തുന്നവർക്ക് CPIMൽ നിന്ന് പോകാൻ കഴിയില്ലെന്നും സെൽവരാജ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഒരു മുഖവുരയുടെ ആവശ്യമില്ലാത്ത ഒരു നേതാവാണ് ഇന്ന് ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുന്നത്. ആർ സെൽവരാജ്, മുൻ MLA ആർ സെൽവരാജ് ആണ്. അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാണ് അദ്ദേഹം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുകയാണ്. ഇപ്പോൾ പ്രധാനമായും 2011 അടക്കം മുൻ MLA ആയിരുന്നു. അതിനുശേഷം 2 പരാജയങ്ങൾ. അതിനുശേഷം സെൽവരാജ് എവിടെയാണ് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. താങ്കൾ എവിടെയാണ് ഇപ്പോൾ? ഞാനിവിടെ നെയ്യാറ്റിൻകര പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. ഈ പാർട്ടിയിൽ സജീവമായി എല്ലാ പരിപാടികളും നടപ്പാക്കി പങ്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പാർട്ടി പ്രവർത്തനം തന്നെയാണ് മുഖ്യ വിഷയം. ഈ ആർ സെൽവരാജ് എന്ന നേതാവാണ് CPMൽ നിന്നും നേരെ കോൺഗ്രസിലേക്ക് വരുന്നു, അവിടെ നിന്നും വിജയിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. CPMൽ നിന്നും ജി സുധാകരനെ പോലെയൊക്കെയുള്ള മുതിർന്ന ഏറ്റവും തലമുതിർന്ന നേതാക്കൾ, ഒരുപാട് നേതാക്കൾ മാറിപ്പോകുന്നു. ഈ മാറ്റം ഇതെന്താണ് സംഭവിക്കുന്നത്? CPMന് എന്താണ് സംഭവിക്കുന്നത്? അത് 2 കാര്യം. CPM ഒരു കേഡർ പാർട്ടി എന്നതിനോടൊപ്പം തന്നെ അവർ നേരത്തെ പിന്തുടർന്നു പോകുന്നത് തൊഴിലാളി വർഗ സർവാധിപത്യമാണ്. അതുപോലെ തന്നെ കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പഴയകാല പാർട്ടി നിലകൊണ്ടിട്ടുള്ളത്. ഇന്നതല്ല. പിണറായി വിജയന്റെ പ്രത്യേക മേൽനോട്ടത്തിൽ ആണ് ഇന്ന് കേരളത്തിലെ CPM പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു കോക്കസ് ആണ് ഇന്ന് കേരളത്തിലെ CPMനെ നയിക്കുന്നത്. ഇത് ഏറ്റവും അവസാനത്തെ സാമ്പത്തിക ശേഷിയില്ലാത്ത ഒരുത്തർക്കും തന്നെ CPMൽ സ്ഥാനമില്ല. ഈ ജി സുധാകരനെ പോലെ ഒരു മുതിർന്ന നേതാവിനെ എങ്ങനെയായിരുന്നു ആ പാർട്ടി ട്രീറ്റ് ചെയ്യേണ്ടിയിരുന്നത് എന്ന്? അവരുടെ വർഗ സ്വഭാവത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ജി സുധാകരനെ പോലെയുള്ളവരെയൊക്കെ തടയുന്ന ഒരു പ്രകൃതം, അല്ലെങ്കിൽ ജി സുധാകരൻ അനുവർത്തിച്ചു പോന്നിരുന്ന പാർട്ടിയുടെ പ്രവർത്തനമല്ല ഇന്ന്. ഒരു കാരണവശാലും അത്തരത്തിൽ ചിന്തിക്കുന്നവർക്ക് ഇന്നത്തെ പാർട്ടിയുമായി യോജിച്ചു പോകാൻ പറ്റില്ല. CPMനകത്ത് തന്നെ ഇപ്പോഴും ഈ നയവുമായി യോജിക്കാൻ കഴിയാത്ത ഒട്ടനവധി നേതാക്കളും പ്രവർത്തകരുമുണ്ട്. പക്ഷെ അവരൊന്നും പുറത്തു പറയാതെ അടക്കി പോവുകയാണ്. അതുപോലെ തന്നെ തൊഴിലാളി വർഗ പാർട്ടി ഇന്നൊരു സമ്പന്ന വർഗത്തിന്റെ പാർട്ടിയായി മാറിക്കഴിഞ്ഞു. എല്ലാവരുടെയും വോട്ട് സ്വീകരിച്ച് തന്നെ മുന്നോട്ട് പോകും. തീർച്ചയായും ആരുടെയും വോട്ട് വേണ്ടെന്ന് പറയില്ല. കോൺഗ്രസും പറയില്ല, UDFും പറയില്ല. തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നത് പോലെ ആരുടെയും വോട്ട് വേണ്ട എന്ന ഈ മത്സരത്തിൽ പറയില്ല. നെയ്യാറ്റിൻകരയിൽ വിജയം ഉറപ്പെന്ന് കൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ കൃഷ്ണപ്രസാദിനൊപ്പം ചന്തു ചന്ദ്രശേഖർ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.